സിനിമാറ്റിക് യൂണിവേഴ്സ്. പെട്ടിക്കടകളെക്കാളും കൂടുതൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് ഇപ്പൊ ഉള്ളത്. അതില് ഇത്രയും ഗതികെട്ട അല്ലെങ്കിൽ ഗതി പിടിക്കാത്ത ഒരു യൂണിവേഴ്സ് ഒരു ഇൻഡസ്ട്രിക്കും ഉണ്ടാവില്ല. അതാണ് നമ്മുടെ സ്പൈവേഴ്സ്. അതിൽ അടുത്ത ഇൻസ്റ്റാൾമെന്റ് പടം OTT വന്നിട്ടുണ്ട്, വാർ 2. സോ എന്തൊക്കെ അപരാധമാണ് പറഞ്ഞാലും പഠിക്കാൻ കുറെ ഉണ്ട് ഈ സിനിമയില്. ഡ്രൈവിംഗ് അറിയില്ലേ നിങ്ങൾക്ക്? റോട്ടിലല്ല, ട്രെയിനിന്റെ മുകളില് മിനി കൂപ്പർ വെച്ച് ഡ്രൈവിംഗ് പഠിപ്പിക്കും. നീന്തൽ അറിയില്ലേ നിങ്ങൾക്ക്? ഈ മറ്റേ കടലിൽ കൊണ്ടുപോയിട്ടൊന്നും അല്ല, ഫ്ലൈറ്റിന്റെ മുകളിൽ, പറക്കുന്ന ഫ്ലൈറ്റിന്റെ മുകളിൽ വെച്ച് നീന്തൽ പഠിപ്പിക്കും. പിന്നെ ലൂയിസ് ഹാമിൽട്ടൺ, മാക്സ് വെസ്റ്റപ്പൻ ഒക്കെ വണ്ടി ഓടിക്കുന്ന F1 ട്രാക്കിൽ ബോട്ട് ഓടിക്കാൻ പഠിപ്പിക്കും. ഇത്രയൊക്കെ പഠിപ്പിക്കുന്ന വേറെ ഏത് പടമുണ്ട്? ദിസ് മൂവി ഡെഫിനറ്റ്ലി ഡിസേർവ് സം ഓസ്കാർ അല്ലെങ്കിൽ നാഷണൽ അവാർഡ്. ഫാദർ ഓഫ് സിനിമാറ്റിക് യൂണിവേഴ്സ് ലോകേഷ് അണ്ണനില്ലേ, അണ്ണൻ പറ്റിക്കും. അതായത് ICUയിൽ കൊണ്ടാക്ക, LCU എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇജാതി പരമ അപരാധമൊന്നും അണ്ണൻ എടുക്കില്ല. ആജാതി ഒരു കൂറ പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ സ്പൈവേഴ്സിലെ ഏറ്റവും വേസ്റ്റ് പടമാണ് വാർ 2. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഹിന്ദി അറിയില്ലേ? തമിഴിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അപരാധത്തിന് എന്ത് ബാരിയർ ഇല്ല. എനിക്ക് യൂണിവേഴ്സ്, ഈ സ്പൈവേഴ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങൾ ഏക് ദ ടൈഗർ, ടൈഗർ സിന്ദാ ഹെ ആൻഡ് വാർ ഫസ്റ്റ് പാർട്ട് എനിക്ക് ഇഷ്ടമാണ്. പത്താനൊന്നും എനിക്ക് ഇഷ്ടമായ സിനിമയൊന്നല്ല. പത്താൻ ഒരിക്കലും ഒരു SRK പടമേ അല്ല. ഇറ്റ്സ് ആക്ച്വലി ജോൺ എബ്രഹാം ഫിലിം. ഷാറുഖ് ഖാനൊക്കെ സൈഡായി അങ്ങേരുടെ മറ്റേ ജോൺ എബ്രഹാമിന്റെ ഓറ അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസിന് മുന്നിൽ ഈ സിനിമ വാർ 2 പറയുന്നത് നെഗറ്റീവിന്റെ ഒരു കൂമ്പാരം അല്ലെങ്കിൽ ഒരു മൗണ്ട് എവറസ്റ്റ് ആണ്. സ്റ്റിൽ ഏറ്റവും വലിയ പ്രശ്നം മിസ്കാസ്റ്റിംഗ് ആയിരുന്നു. അത് നിർഗുണ ജൂനിയർ NTR. ദേവ അപരാധത്തിന് ശേഷം അണ്ണൻ ഈ അപരാധത്തിലുണ്ട്. ശരിക്കും ഒരു നിർഗുണ വില്ലൻ. ഇതിൽ നമ്മുടെ ഋത്തിക് റോഷന് കൊടുത്ത ഇൻട്രോ തന്നെ ഒരു പരമ അപരാധം പിടിച്ചൊരു ഇൻട്രോ ആണ്. അണ്ണൻ എവിടെ പോവാണെങ്കിലും യൂഷ്വലി ഏജൻസി പോകുമ്പോ തോക്കല്ലേ, ഇങ്ങേര് വണ്ടി കിസാന്റെ ഈ മറ്റേ മിക്സഡ് ഫ്രൂട്ട് ജാം എടുത്ത് മുഖത്തൊക്കെ തേച്ചിട്ട് പോകുന്നുണ്ട്. എന്തിനാണ് മനസ്സിലായിട്ടില്ല. മറ്റേ അണ്ണൻ അതിലേറെ കിടു ഇൻട്രോ ആണ് കൊടുത്തിരിക്കുന്നത്. UAVന്റെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, അതിൽ ഹ്യൂമൻ പേലോഡ് പറ്റില്ല പറയുമ്പോ ഇട്ടിരിക്കുന്ന ജാട്ടിയും കോണകം വരെ ഊരിയിട്ട് എനിമീസിനെ കൊല്ലാൻ പോണ അത്രയും സിൻസിയർ ആയിട്ടൊരു സോൾജിയർ ആണ്. പാട്രിയോട്ടിസം എങ്ങനെ കുത്തിക്കയറ്റും പറഞ്ഞിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇന്ത്യ ഫസ്റ്റ്, ഇന്ത്യ ഫസ്റ്റ് എന്ന്. അതുകൊണ്ടൊന്നും പാട്രിയോട്ടിസം വരില്ല. സോ ഇതിലെ ഏറ്റവും വലിയ മിസ്കാസ്റ്റ് ജൂനിയർ NTR ആയിരുന്നു. സോ ഇപ്പോഴത്തെ കാസ്റ്റിംഗിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് വെച്ചാൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുന്നത് റീമ കല്ലിങ്കലിനാണ്. കാരണം ആളാണ് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് പറയുന്നുണ്ട്. സോ വാർ 2ന്റെ ഡയറക്ടർ ആദ്യം തന്നെ പോയിട്ട് റീമ കല്ലിങ്കലിന്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചിട്ട് വെച്ചാൽ ആള് പറയും ഋത്തിക് റോഷൻ എന്തിന്, ജൂനിയർ NTR എന്തിന്, നമുക്ക് കാസ്റ്റ് ചെയ്യാ ഡബിൾ റോൾ ഉർവശി ചേച്ചി. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. ഇത്ര മുമ്പ് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, സച്ചിൻ ഓർ സേവാങ്, അതേപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി, അല്ല ഉർവശി ചേച്ചി. ഇപ്പൊ ഹോട്ടലിൽ പോയിട്ട് എന്താ കഴിക്കാൻ വേണ്ടി ഉർവശി ചേച്ചി, ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇതൊക്കെ വന്നിട്ട് ഈ മറ്റേ ക്രിമികടി പറയും, ക്രെഡിറ്റ് സ്റ്റീലിംഗ് ലീച്ചേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ക്രിമികടി മാറാൻ ആൽബൻഡസോൾ 500x10 കഴിച്ചു കഴിഞ്ഞാൽ ഈ മോങ്ങലും മാറും, ക്രിമികടിയും മാറും. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അവാർഡ് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും റെക്കഗ്നിഷൻ കിട്ടുമ്പോ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ വേണ്ട. ഈ ക്രെഡിറ്റ് അടിക്കാൻ വരുന്നതൊക്കെ വളരെ ചീപ്പ് പരിപാടി. ആൻഡ് സ്പേസ്, വാട്ട് സ്പേസ്? എന്ത് മറ്റേ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനോ? അവിടെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ശോഭന, മണിച്ചിത്രത്താഴ് സിനിമ ശോഭനയ്ക്ക് കിട്ടിയത് ഇവര് സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടാണോ? പാർവതി തെരുവോത്ത് മറ്റേ TVKയുടെ കൊടി പിടിച്ചു പോയിട്ടാണോ? മറ്റേ നൈല ഉഷ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടാണ്? ഇവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് അറിയോ? മലയാള സിനിമയിലെ ആക്ടേഴ്സ് വന്നിട്ടുള്ള അവര് സിനിമയിൽ എന്തെങ്കിലും സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ അവര് സിനിമയിലെ സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ട് വെച്ചാൽ ഫ്ലെക്സ് അടിക്കും, അല്ലെങ്കിൽ മറ്റേ 1000 ഇഞ്ചിന്റെ TV സ്ക്രീനിൽ കൊണ്ടേ കാണിക്കും. എന്നാ ഇത് വല്ല ബോളിവുഡ് പടത്തിലെ ഷാറുഖ് ഖാന്റെ പടത്തിലാണെങ്കിൽ ട്രെയിലർ ഓഫ് ദ ഡെക്കേഡ് പറഞ്ഞിട്ട് അവർ സ്റ്റോറി ഇട്ട് നടക്കും. എന്തിനാണ് സൂപ്പർ സ്റ്റാർസ് ചോദിച്ചിട്ട് ലേഡി സൂപ്പർ സ്റ്റാർ വന്നിട്ട് പോസ്റ്റ് ഇടും. ഏതോ യു ഷുഡ് ഹാവ് എ സിംഗിൾ സ്റ്റാൻഡ് ഓർ ഡബിൾ സ്റ്റാൻഡ്, അല്ലാതെ ബസ് സ്റ്റാൻഡ് വേണ്ട. കാരണം കേരളത്തിൽ ഇഷ്ടം പോലെ ബസ് സ്റ്റാൻഡ് വേറെ ഉണ്ട്. കുറെ ഐ തിങ്ക് ദിസ് ഇസ് വെരി ചീപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും ഇവരെയൊക്കെ പിടിച്ച് ഇവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, ഇന്റർവ്യൂസിനെ പിടിച്ച് രണ്ടര പൊട്ടിക്കാൻ ആളില്ലാണ്ടാണ്. സോ ഇതിലും ഭേദം നമ്മൾ വാർ 2നെ പറ്റി സംസാരിക്കുന്നതാണ്. അപരാധമാണെങ്കിലും ഈവൻ ദാറ്റ്സ് ബെറ്റർ. സോ ഈ സിനിമ ശരിക്കും ഒരു തെലുങ്ക് ടെംപ്ലേറ്റിൽ എടുത്ത പടമാണ്. ബേസിക്കലി ജൂനിയർ NTR ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇവര് രണ്ടുപേരും ഇൻട്രോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ബാക്കിയൊക്കെ കിടുവാണെന്നല്ല, ഒന്നുമില്ലാത്തൊരു പടം. കിയറ ഉണ്ട്. സോ കിയറ ചുമ്മാ ഒരു ഫൈറ്റർ പൈലറ്റ് ആണ്, ബിക്കിനി കാണിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഫൈറ്റർ പൈലറ്റ്. വാർ സിനിമ എന്താണോ അത് തന്നെയാണ് വാർ 2. അവിടെ ബൈക്കിലുള്ള ചേസ് സീക്വൻസ് ആണ്, ഇതിൽ കാറിലുള്ള ചേസ് സീക്വൻസ്. അതിൽ ഋത്തിക് റോഷൻ വാണി കപൂറിനെ ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ കിയറെ ഡേറ്റ് ചെയ്യുന്നുണ്ട്.
അതേപോലെ തന്നെ ടുവേർഡ്സ് എൻഡ് ആകുമ്പോൾ മഞ്ഞ് മലയും പരിപാടിയൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് ഒരു ഫൈറ്റ്. ആൻഡ് ഇതിൽ ഏറ്റവും വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നത് കാബു, രഘു, എന്തോ ഫ്രണ്ട്ഷിപ്പടേ മനുഷ്യനെ വെറുപ്പിക്കാൻ വേണ്ടി തേങ്ങാ കൊല. ഈ രണ്ടെണ്ണത്തിന് ആരെങ്കിലും തട്ടിക്കളഞ്ഞാൽ മതിയായിരുന്നു എന്നാ തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയും വെറുപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിലത്തെ ഫൈറ്റ് സീക്വൻസ് ഒന്നും ഒരു ഗുമ്മും ഇല്ലാത്ത, ഇവൻ ഇത്ര ബിഗ് ബഡ്ജറ്റ് പടമായിട്ട് പോലും ഗ്രാഫിക്സ് ഒക്കെ വൻ ഷോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു വോൾഫ് അൽഫാം തിന്നുന്ന വോൾഫിനെ കാണിക്കുന്നുണ്ട്. ഒരു ജപ്പാൻകാരനായിട്ടൊക്കെ ഒരു ഫൈറ്റ് ഉണ്ട്. ഓ വെരി ചീപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്പൈവേഴ്സിലെ ഏറ്റവും ചീപ്പസ്റ്റ് പടം അല്ലെങ്കിൽ വേഴ്സ്റ്റ് പടം എന്നൊക്കെ പറയാൻ പറ്റുന്ന പടമാണ്. ആൻഡ് ഇതിലും ക്യാമിയോസും പരിപാടിയൊക്കെ ഉണ്ട്. കാരണം ഈ അപരാധം പിടിച്ച പരിപാടി തുടർന്നുകൊണ്ട് പോകണമല്ലോ. ബോബി ഡിയോൾ വരുന്നുണ്ട് ലാസ്റ്റ്. ആൽഫ അടുത്ത പടത്തിന്റെ പേര്. അങ്ങേരായോണ്ട് മാത്രം കുറച്ച് പ്രതീക്ഷയുണ്ട്. സോ വേണ്ടവർ കണ്ടു.